ഹലോ ഫ്രണ്ട്സ്, മല്ലു സീരിയൽ സ്റ്റോറീസിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രമാറ്റിൻ്റെ എപ്പിസോഡ് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നലെ എല്ലാം ഫ്ലാഷ് ആയിട്ടുണ്ടല്ലോ. അപ്പോൾ മുത്തശ്ശിയൊക്കെ ഇരുന്ന് കാണണം കേട്ടോ. അപ്പോൾ അതിലിങ്ങനെ ആദർശിനെ കുറിച്ചിട്ട് വളരെ മോശമായിട്ട് പറയുന്നുണ്ട്. ക്ലാവ് പിടിച്ച മനസ്സും വെട്ടിത്തിളങ്ങുന്ന തങ്കവും, അതാണിപ്പോൾ മൂർത്തി ജ്വല്ലറിയുടെ മുഖമുദ്ര എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോഴേക്കും ആദർശിൻ്റെ അമ്മയും അച്ഛനും അങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, അറിഞ്ഞോ കാര്യങ്ങളൊക്കെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഓ അറിഞ്ഞു. എൻ്റെ മുത്തച്ഛൻ ചോദിക്കുന്നുണ്ട് കേട്ടോ, ആരാ നിൻ്റെയൊക്കെ പിന്നിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദേവേനി പറയുന്നുണ്ട്, എൻ്റെ ബലമായ സംശയം അനാമിക അവളുടെ അച്ഛനാന്ന് പറയുന്നുണ്ട്. അപ്പോൾ മുത്തച്ഛൻ പറയും, മുറിവേറ്റ് പോയവർ തിരിച്ച് മുറിവേൽപ്പിക്കാനുള്ള ശ്രമത്തിലല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയാം, മുത്തശ്ശി പറയുന്നുണ്ട്, ആദർശ് മോനെ ഇതിൽ പ്രതിയെ ചിത്രീകരിച്ചിരിക്കുന്നത്, അതും ഒരു തെറ്റ് ചെയ്യാത്ത എൻ്റെ ആദർശ് മോനെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല അമ്മേ, സമൂഹത്തിന് മുന്നിൽ ഇപ്പോൾ ചന്തുമോളുടെ അച്ഛൻ ആദർശല്ലേ, അങ്ങനെയുള്ളപ്പോൾ നമുക്കത് നിഷേധിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്തിനാ അച്ഛാ അവർ ഇതൊക്കെ ചെയ്യുന്നത്, സത്യങ്ങളൊക്കെ തുറന്നു പറയാനുള്ള സമയമായെന്ന് എനിക്ക് തോന്നണേന്ന് പറയുന്നുണ്ട്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, സത്യങ്ങൾ ഇപ്പോൾ ചന്തുമോള് വരെ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അവളുടെ അച്ഛൻ ആദർശാന്നാ, ആ ധാരണ തിരുത്തണമെന്ന് എനിക്കില്ല. കാരണം എന്താ വെച്ചാൽ അബി അത്രയും ദുഷ്ടനാണ്. അപ്പോൾ ചതിയിൽ ഇത് സത്യങ്ങളെല്ലാവരും അറിഞ്ഞു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ചതിയിലൂടെ സ്വന്തം കുഞ്ഞിന് കൊല്ലം വരാൻ മടിക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേവയാനി പറയുന്നത്, അത് ശരിയാ, സത്യങ്ങളൊക്കെ അവനറിയാം, എന്നിട്ടും അത് നമ്മൾ ചോദ്യം ചെയ്യുന്നവർ അതിൻ്റെ യാതൊരു കുറ്റബോധവും അവനുണ്ടായിരുന്നില്ല. അവനാ തെറ്റുകാരെന്ന് അവൻ്റെ മുഖത്ത് നിന്ന് ആർക്കും വായിച്ചെടുക്കാനും പറ്റില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, ഇതിപ്പോൾ നേരത്തെ ഇതുപോലെ വാർത്ത പുറത്തു വരെ ഇരുന്നതാണ്, അപ്പോഴേക്കും ആദർശും നയനയും പിന്നെ കിരണും കൂടിയിട്ട് അത് തടഞ്ഞു. ഇത്തവണ നമുക്കിത് ആർക്കും നേരത്തെ കണ്ടെത്താനും പറ്റിയില്ല, അതാണ് പ്രശ്നം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം മുത്തച്ഛൻ പറയും, അത് ഇത്തരം വാർത്ത വന്നാൽ പിന്നെ അതിൻ്റെ പുറകിലായിട്ട് വാർത്തകൾ ഇഷ്ടംപോലെ വന്നുകൊണ്ടിരിക്കും, അത് നമ്മൾ അറിയാത്തതും കേൾക്കാത്തതായിട്ട് ഒരുപാട് കാര്യങ്ങളായിരിക്കും. പിന്നെ ഇത് ഇപ്പോൾ അബി ചെയ്തതെന്ന് വിശ്വസിക്കാൻ പറ്റണില്ല, അബിക്ക് അതിനുള്ള ധൈര്യം ഉണ്ടാവും തോന്നണില്ല. അപ്പോൾ ഇതിൻ്റെ പ്രതി എന്തായാലും വേണും മോളും തന്നെ. ഇത് ഏതുവരെ പോകും നോക്കട്ടെ എന്ന് പറയണ്ട കേട്ടോ മുത്തച്ഛൻ. അത് കഴിഞ്ഞിട്ട് അബി ഇങ്ങനെ സന്തോഷത്തോടു കൂടി ഇനി ചായ കുടിച്ച് ഇങ്ങനെ നടക്കുക കേട്ടോ, ഉമ്മർത്ത് നടക്കണേ. അപ്പോൾ നമ്മുടെ നായന വരുന്നുണ്ട്, അബി എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അബിക്ക് അപകടം മണത്തു, എന്തായാലും ചോദ്യം ചെയ്യാൻ വരണേന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഒന്നും അറിയാത്ത പോലെ എന്താ എടുത്തേന്ന് ചോദിക്കും. അപ്പോൾ പറയും, നിനക്ക് ഇതിലൊന്നും പങ്കില്ലല്ലോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ അറിയാത്ത പോലെ എന്ത് എന്ന് ചോദിക്കും. അപ്പോൾ പറയും, ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ പാടാ, സാധാരണ എല്ലാം അറിഞ്ഞ് ഇരിക്കണവരായിരിക്കും ഈ ഉറക്കം നടിക്കണത്. സത്യമായിട്ട് എനിക്കൊന്നും മനസ്സിലാവില്ല എടുത്തി എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ മനസ്സിലാക്കിക്കോ, ആദർശനെ കുറിച്ച് മോശമായ വാർത്തകൾ വന്നിട്ടുണ്ട്, അതിൻ്റെ പിന്നിൽ നീയാണോ എന്ന് ചോദിച്ചതെന്ന് പറയൂ കേട്ടോ. അപ്പോൾ പറയും, ഞാനങ്ങനെ ചെയ്യൂ എടുത്തി, എനിക്കറിഞ്ഞൂടെ അങ്ങനെ ചെയ്ത ഇവിടുന്ന് പുറത്താക്കും എന്നുള്ളത്, സത്യമായിട്ട് ഞാനല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. നീ അല്ല എന്ന് ചെയ്തതെന്നറിയാം, പക്ഷെ നീ ചെയ്യിപ്പിച്ചിട്ടുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ പറയും, ഇതിൻ്റെ പിന്നിലാണ് അമിക എന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി, പക്ഷെ അതിന് പിന്നിൽ നീ ഉണ്ടോ എന്നാണ് ചോദിക്കണത്. എൻ്റെ അമ്മയാണ് സത്യം, എനിക്കൊന്നും അറിയില്ല എടുത്തി എന്ന് പറയുന്നത് കേട്ടോ. അപ്പം നായന പറയും, നിനക്ക് അമ്മയും ദൈവവും ഒക്കെ കണക്കാന്ന് എനിക്കറിയാം, അതുകൊണ്ടല്ലേ നീ വ്രതമൊക്കെ തെറ്റിച്ച് മലയ്ക്ക് പോകാൻ ശ്രമിച്ചത്. എന്നിട്ട് പറയാൻ കേട്ടോ, ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, നിനക്ക് വേണ്ടി ഞങ്ങൾ ത്യാഗമാണ് ചെയ്യണത്, എൻ്റെ ചേച്ചിയുടെ ജീവിതം നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അവളുടെ കുഞ്ഞിന് അച്ഛനില്ലാതെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാം ഉള്ളിലൊതുക്കി കഴിയുക. അങ്ങനെയുള്ളപ്പോൾ നീ വല്ലാതെ മിടുക്കനാവാൻ ശ്രമിച്ചാണ്ടല്ലോ, എല്ലാം പൊളിഞ്ഞു വീഴും, എല്ലാം എല്ലാവരും അറിയും. ഇപ്പോൾ എൻ്റെ ചേച്ചിക്കൊരു വിചാരമുണ്ട്, നീ ആദർശിനേക്കാളും അനിയേക്കാളൊക്കെ മികച്ചവനാണെന്നുള്ളത്. ആ ഒരു തലയെടുപ്പോടു കൂടി ചേച്ചി ഇവിടെ ജീവിക്കുന്നത്, അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളെല്ലാം ഉള്ളിലൊതുക്കിയിട്ട് ജീവിക്കുന്നത്. പക്ഷേ അബി, ഇപ്പോൾ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുക, അങ്ങനെയുള്ളപ്പോൾ നീ ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് എങ്ങനെ അറിയേണ്ടതൊക്കെ എല്ലാവരും അറിയും. എൻ്റെ ചേച്ചി ഞാൻ വ്യക്തമായിട്ട് പറയും. ഇപ്പം നീ പറഞ്ഞില്ലേ തെളിവുകൾ എന്തെങ്കിലും മുന്നിൽ വെച്ച് സംസാരിക്കാൻ, അങ്ങനെ വ്യക്തമായ തെളിവോട് കൂടിയിട്ട് തന്നെ ഞാൻ ചേച്ചിയോട് എല്ലാം സംസാരിക്കും. ഇപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഏറ്റവും വലിയ തെളിവാണ് ചന്തുമോളും അവളുടെ അമ്മയും, അതുമതി ധാരാളം ചേച്ചീനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നീ ഇപ്പോൾ പറഞ്ഞ സത്യങ്ങളല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അത് മുഴുവൻ വിഴുങ്ങിയിട്ടൊന്നല്ല ഞാനിപ്പോൾ ഇവിടുന്ന് പോണത്. നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നീ ഇപ്പോഴേ സംശയത്തിൻ്റെ നിഴലിൽ തന്നെയാണ്. അതും പറഞ്ഞ് ദേഷ്യപ്പെട്ട് നയനെ പോകുമ്പോൾ നമ്മുടെ അഭി പറയണ്ട കേട്ടോ, പിന്നെ എന്തായാലും അനാമിയുടെ നാവുന്ന എൻ്റെ പേര് പുറത്ത് വരാൻ പോകണില്ലേ, പിന്നെ എവിടെ കൊണ്ടിട്ട് എന്നെ പ്രതിയാക്കുന്നതെന്ന് പറഞ്ഞിട്ട് പുച്ഛിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം നമ്മുടെ നന്ദൂട്ടൻ്റെ വീട്ടിൽ അച്ഛൻ ഇങ്ങനെ പേപ്പർ വായിക്കുന്നുണ്ട്, അങ്ങനെ ചായ കുടിക്കണത് ഉണ്ടാക്കി നന്ദൂട്ടൻ ഓടി പോകാൻ നോക്കുന്നുണ്ട് കേട്ടോ, ഭയങ്കര സ്പീഡിൽ പോകണ്ട. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, നന്ദൂട്ടൻ പോവുകയാണോ, കാപ്പി കുടിച്ചിട്ട് പോകാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേണ്ടമ്മേ, എനിക്ക് നേരത്തെ സ്റ്റേഷനിൽ എത്തണം, ഇന്ന് പുതിയ CI ചാർജ് എടുക്കുന്ന ദിവസമാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, വല്ലാത്തൊരു ദിവസമാണ്, നിരപരാധി ആദർശനെ കുറിച്ചിട്ടാണ് ഓരോ വാർത്തകൾ വന്നുകൊണ്ടിരിക്കണേ. അപ്പോൾ അച്ഛനും പറയട്ടെ, ആ വിഷമത്തിൽ തന്നെ ഞങ്ങളും എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതിന് പിന്നിൽ അവളായിരിക്കില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നന്ദിട്ട് പറയാം, എന്താ സംശയം, അവളുടെ അച്ഛനമ്മേനെ ഞാൻ കാണേണ്ട രീതിയിൽ പലതവണ കണ്ടതാ, എന്നാലും പെട്ടെന്ന് പടിയിറങ്ങി പോകേണ്ടി വന്നതിൻ്റെ വിഷമം എന്തായാലും അവൾക്ക് ഉണ്ടാവും, അതിൻ്റെ പ്രതികാരം കാണിക്കുകയായിരിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആദർശനെ ഇപ്പോൾ നിരപരാധി എന്ന് പറയാനും പറ്റാത്ത അവസ്ഥയിലോ മോളെ എന്ന് പറയുന്നുണ്ട് അച്ഛൻ. അപ്പോൾ പറ്റില്ലെങ്കിൽ വേറെ നിവൃത്തിയില്ലെങ്കിൽ അത് തന്നെ പറയണം, എന്തിനാ ആദർശേട്ടൻ മറ്റുള്ളവർക്ക് വേണ്ടി കോമാളിയാവുന്നത്.
മൂർത്തി സ്വരൂപിൻ്റെ MD അപ്പോൾ ആദർശ്. അപ്പോൾ അതങ്ങനെ അവനെക്കുറിച്ച് ഇങ്ങനെ കഥകൾ വന്നു കഴിഞ്ഞാൽ അവരുടെ ബിസിനസ്സിനെ വരെ ബാധിക്കുന്നു പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദൂട്ടൻ പറയേണ്ടത് എനിക്ക് തോന്നുന്നത് നമ്മളൊന്നും പറയാൻ പോകണ്ട വെച്ചാൽ ഇങ്ങനെ മീഡിയക്കാരെന്തായാലും സത്യം അറിഞ്ഞേ പറ്റൂ. എന്തായാലും എനിക്ക് തോന്നണത് നയനേച്ചി എന്തായാലും ശക്തമായ തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട് മോളെ അങ്ങനെയല്ല എല്ലാം അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ നയനെ പോലെ നവ്യെ ശ്രമിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നന്ദൂട്ടൻ പറയുന്നുണ്ട് കേട്ടോ, എല്ലാവരും തെറ്റുകാരെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നയനേച്ചിയൊക്കെ വിശ്വാസം ഉണ്ടായിരുന്നു ആദർശമായിട്ട് അത് ചെയ്യില്ല എന്ന്. പക്ഷെ അബിയുടെ കാര്യം അങ്ങനെയല്ലല്ലോ. അബിയുടെ കുഞ്ഞ ചന്തുമോള് അതറിയുമ്പോൾ നവ്യേച്ചി എത്ര കൊണ്ട് ശ്രമിക്കുമെന്ന് അറിയാൻ പറ്റില്ല അമ്മേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ എല്ലാവരും എന്തായാലും തെറ്റുകാരവനായ സ്ഥിതിക്ക് എന്തായാലും എല്ലാവരും അറിയണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ പിന്നിൽ അബിയും അനാമികയാണോ എന്ന് അറിയും കൂടി വേണം. എന്നിട്ട് നന്ദൂട്ടൻ പറയണ്ട കേട്ടോ, ഞാൻ എന്തായാലും ഇതിനെക്കുറിച്ച് ശക്തമായി അന്വേഷിക്കാൻ തന്നെ തീരുമാനിച്ചു. ഇപ്പോൾ ഈ വാർത്ത വിട്ടിരിക്കുന്ന ചാനലുണ്ടല്ലോ, ഇങ്ങനത്തെ വാർത്തകൾ മാത്രം വിടുന്നൊരു ചാനലാണ്. ഏതെങ്കിലും കേസുമായിട്ട് അവരെൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ രണ്ടാമതൊന്നും ആലോചിക്കും ഇങ്ങനെ ഇത്തരം വാർത്തകൾ വിടണമെന്ന്. അങ്ങനെയും പറഞ്ഞ് നന്ദൂട്ടൻ പോയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്ന് പുതിയ CI ചാർജ് എടുക്കുന്ന ദിവസമാണല്ലോ. അപ്പോൾ അദ്ദേഹം സിവിൽ ഡ്രസ്സിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പോലീസ് ജീപ്പ് കാണുമ്പോൾ പോലീസ് ജീപ്പും കുറച്ച് ആൾക്കൂട്ടും കാണാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹം വണ്ടി ഒതുക്കി നിർത്തിയിട്ട് ഇറങ്ങി നോക്കിയപ്പോൾ നമ്മുടെ നന്ദൂട്ടൻ ഒരാളെ പിടിച്ച് നന്നായി ഇടിക്കുന്നുണ്ട്. എന്നിട്ട് എടുക്കട മാല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അയാൾ ആദ്യമൊന്നും കൂട്ടാങ്ങളില്ല മേഡം ഞാൻ എടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെയും നന്ദൂട്ടൻ ഇടിക്കുകയാണ്. അങ്ങനെ ഇടിച്ചിട്ട് അവസാനം അയാൾ മാല എടുത്ത് കൊടുക്കും കേട്ടോ. മാല എടുത്ത് കൊടുത്തപ്പോൾ മാല പൊട്ടിച്ച് ആ സ്ത്രീ അതിൻ്റെ ഉടമസ്ഥ അവിടെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് അവരുടെ കയ്യിൽ കൊടുക്കും. എന്നിട്ട് പറയേണ്ടത് അമ്മയ്ക്ക് പരാതിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് നീ രക്ഷപ്പെട്ടു. ഇനി എങ്ങാനും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നീ മാല പൊട്ടിക്കാൻ നിൻ്റെ കൈ പൊങ്ങില്ല എന്ന് പറഞ്ഞിട്ട് അയാളെ പിടിച്ച് ഉന്തിയിട്ടിട്ട് നന്ദൂട്ടൻ പോലീസ് ജീപ്പിൽ കയറി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നോക്കി നിൽക്കുന്നുണ്ട് നമ്മുടെ CI. അത് കഴിഞ്ഞ് അദ്ദേഹം പോയി യൂണിഫോമിൽ വരികയാണ് കേട്ടോ. അപ്പോൾ ബുള്ളറ്റിൽ കയറി ഇരുന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് സ്വയം, ഈ സ്റ്റേഷൻ കൊള്ളാം കേട്ടോ, സ്ഥലം SI ഒരു വനിതയാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ മതിപ്പില്ലായിരുന്നു. പക്ഷേ ആളൊരു പുലിയാണ്. അപ്പോൾ ഞാനൊരു സിംഹമായേ പറ്റൂ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഈ സമയത്താണെങ്കിൽ നമ്മുടെ അനാമികയും അച്ഛനും അമ്മയും കൂടിയിട്ട് സുഖമായിട്ട് വാർത്ത കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഇവർ കൊടുത്ത കള്ള വാർത്ത തന്നെ കണ്ടിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ്. മൂന്നാൾക്കും നല്ല സന്തോഷമായിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ പറയേണ്ടിരുന്നത് ഈ ചാനൽ ഇത് കൊള്ളാം, എന്തായാലും പറയുന്നത് കള്ളാണെങ്കിലും അവർ നല്ല ഭംഗിയായിട്ട് അത് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനാമികയുടെ അമ്മ പറയുന്നുണ്ട് മൂർത്തി ജ്വല്ലറി ആൾക്കാർ ഇത് ആദ്യമായിട്ടായിരിക്കും ആൾക്കാരുടെ മുന്നിൽ ഇങ്ങനെ നാണം കെടാൻ പോണതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനാമിക പറയും ഇനിയിപ്പോൾ അവിടെ ചാനലുകാരെ കൊണ്ട് വളയും, ഈ മൂർത്തി ജ്വല്ലറിൻ്റെ MDക്കും മൂർത്തിക്കൊന്നും ഇനി പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. അപ്പോൾ വേണു പറയുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ ഒരു കുട്ടിയെ തെറ്റ് ചെയ്തത് ആദർശാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ജന അവനെ വളയും കല്ലെറിയെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അനാമിക പറയുന്നുണ്ട് അതിനിപ്പോൾ അയാൾ വലിയ വില കൂടിയ കാറിൽ ഗ്ലാസ്സൊക്കെ കയറ്റിട്ടല്ലേ പോണത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ പറയും അവൻ്റെ കാറിന് തീയിടണം എന്ന് പറയും. അപ്പോൾ വേണു പറയുന്നുണ്ട് അങ്ങനെ ചെയ്താലേ അവൻ്റെ കോമ്പൊടിയുള്ളൂ. അത് മാത്രമല്ല അവൻ്റെ മാത്രമല്ല അവിടെ വേറൊരുത്തി ഉണ്ടല്ലോ നയന, അവളുടെയും കോമ്പൊടിയണം എന്ന് പറയും കേട്ടോ. നിന്നെ അവിടെ നീ പുറത്താക്കിയത് തെറ്റായി പോയെന്ന് മൂർത്തിക്ക് തോന്നണം. നിന്നെ അയാൾ തിരിച്ച് വിളിക്കണം. ഇനി തിരിച്ച് വിളിച്ചില്ലെങ്കിലേ കേസിനും കോടതിയിൽ നിന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ നിനക്ക് കോമ്പൻസേഷനായിട്ട് കോടികൾ നിൻ്റെ അക്കൗണ്ടിലേക്ക് അയാൾ ഇട്ട് തരണം. അതിലേക്ക് നമ്മൾ കാര്യങ്ങൾ കൊണ്ടെത്തിക്കണം മോളെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. പനാമി ഇങ്ങനെ ഗൂഢമായിരുന്ന് ചിരിക്കുകയാണ്. ഈ സമയം നന്ദൂട്ടൻ സ്റ്റേഷനിൽ എത്തുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും സ്റ്റേഷനിൽ എത്തുമ്പോഴേക്കും അത് രാവിലെ തന്നെ നമ്മുടെ അനി അവിടെ പോയിട്ട് ഹാജരായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ വശം നന്ദൂട്ടൻ കണ്ടേ. അപ്പോൾ ചെറിയ പുഞ്ചിരി ഉണ്ട് കേട്ടോ നന്ദൂട്ടൻ്റെ മുഖത്ത്. അങ്ങനെ വന്ന് നന്ദൂട്ടൻ അനിയുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും ഇങ്ങനെ പരസ്പരം നോക്കിയിരിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മറ്റേ കോൺസ്റ്റബിൾ പറയുന്നുണ്ട് ഈ പയ്യനെ അനന്തപുരിയിലാണ്, അവ അപ്പോൾ ജ്വല്ലറി അല്ല നോക്കണ്ടേ നമ്മുടെ മേടത്തെയാണ്, ഈ ചിങ്ങമാസമായിട്ടും ഈ പയ്യന് ജ്വല്ലറിലൊന്നും പോകണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദൂട്ടൻ ചോദിക്കേണ്ട അനിയുടെ അടുത്ത് മെസ്സേജ് അയക്കേണ്ടെന്ന് പറഞ്ഞിട്ടും നീ ഇന്നലെ മെസ്സേജ് അയച്ചൂലേ? അപ്പോൾ ഞാൻ മെസ്സേജ് ഒന്നും അയച്ചില്ലല്ലോ എന്ന് പറയണ്ടേട്ടാ. പിന്നെ നീ അയക്കാണ്ടിയാണോ, ഞാൻ എന്താ കൊച്ചുകുട്ടിയാണോ ഓർക്കാൻ ചോദിക്കണ്ടേട്ടാ. അപ്പോൾ ഇല്ല ഞാൻ അയച്ചിട്ടില്ല, എൻ്റെ അമ്മേനെ സത്യം എന്ന് പറയണ്ടേട്ടാ. അപ്പോൾ നീ കള്ളസത്യം ഇടാനും തുടങ്ങിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയും നിൻ്റെ മൊബൈലിൽ നിന്ന് എനിക്ക് മെസ്സേജ് വന്നില്ലോ എന്ന് നോക്കിയോ, എൻ്റെ പൊന്നെ സാറേ ഞാൻ എൻ്റെ മുത്തശ്ശിയും വിളിച്ചിട്ട് വേണമെങ്കിൽ ഞാൻ സത്യം ഇടാം, ഞാൻ മെസ്സേജ് അയച്ചിട്ടില്ല. ഞാൻ ഒന്നാമത് എൻ്റെ മൊബൈൽ ഇപ്പോൾ എൻ്റെ അമ്മയുടെ കയ്യിലാന്ന് പറയും കേട്ടോ. അപ്പോൾ പിന്നെ ആരാ എനിക്ക് നിൻ്റെ മൊബൈലിൽ നിന്ന് അയച്ചതെന്ന് ചോദിക്കുമ്പോൾ പറയും ചിലപ്പോൾ നിന്നെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അമ്മ അയച്ചതാവും. എന്നിട്ട് നീ റിപ്ലൈ വല്ലതും അയച്ചു ചോദിക്കും കേട്ടോ. അപ്പോൾ ഇല്ല ഞാൻ നിൻ്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടാവും എന്ന് ചോദിച്ചാൽ ഞാൻ റിപ്ലൈ അയക്കാൻ ഞാൻ പറയും. ഭാഗ്യം നീ അത് റിപ്ലൈ അയക്കാൻ എന്തായാലും നന്നായി, നിൻ്റെ മനസ്സറിയാൻ ശ്രമിച്ചവർ പരാജയപ്പെട്ടിട്ടുണ്ടാവും എന്ന് പറയുന്നുണ്ട് കേട്ടോ. നീയായിട്ടൊരു കോൺടാക്റ്റ് ഇനി എന്ത് മെസ്സേജ് വന്നാലും നീ റിപ്ലൈ തിരിച്ചു കൊടുക്കണ്ട, നീയായിട്ടൊരു കോൺടാക്റ്റ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അമ്മ മൊബൈൽ മേടിച്ച് വെച്ചിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പം നന്നിട്ട് ചോദിക്കുന്നുണ്ട് അങ്ങനെ അമ്മ ഇത്ര സ്ട്രിക്റ്റായിട്ട് നിലപാടെടുക്കുമ്പോൾ എന്തിനാ അനി നീ എൻ്റെ പിന്നാലെ ചുറ്റി തരികയാണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനി ചോദിക്കുന്നുണ്ട് നീ എപ്പോഴും എൻ്റെ കോൾ പ്രതീക്ഷിക്കുന്നില്ലേ?
അപ്പം നന്ദുട്ടൊന്നും മിണ്ടണില്ല കേട്ടോ. എന്നിട്ട് പറയേണ്ടത് ഞാൻ വാങ്ങി തന്ന സാരി നീ ഓണത്തിന് എടുത്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നിനക്ക് എന്നോട് സ്നേഹമുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം നന്ദുട്ട് പറയുന്നത് നീ വിചാരിക്കുന്ന പോലെ സ്നേഹമൊന്നും എനിക്കില്ല എന്ന് പറയുന്നുണ്ട്. ആയിക്കോട്ടെ, പക്ഷേ നിന്നോടുള്ള സ്നേഹത്തിന് എനിക്ക് ഒരു കുറവും വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ CI സാർ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടി വന്നപ്പോൾ നമ്മുടെ നന്ദുട്ടൻ പറയും, അയ്യോ പുതിയ CI എന്ന് തോന്നുന്നു, ഇന്ന് വരുമെന്ന് പറയണ്ടായിരുന്നു. അങ്ങനെ ആൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നന്ദുട്ടൻ പറയും, അനിയോട് നീ പൊക്കോ എന്ന് പറയും കേട്ടോ. അങ്ങനെ അങ്ങനെ പാസ് ചെയ്ത് കടന്നു പോയി. അപ്പോൾ എല്ലാവരും നോക്കുന്നുണ്ട് കേട്ടോ. CI വന്നിട്ട് ഇങ്ങനെ എല്ലാവരും നോക്കുന്നുണ്ട്. എന്നിട്ട് നന്ദുവിനെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ്. അപ്പോൾ അപ്പുറത്ത് നിൽക്കണം നമ്മുടെ എഴുതാനിരിക്കുന്ന കോൺസ്റ്റബിളിൻ്റെ തൊപ്പിയൊക്കെ കറക്റ്റാക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. CI വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് ഡിസിപ്ലിൻ അത് നല്ല സ്ട്രിക്റ്റ് ആയിട്ടിരിക്കണം, ഡിസിപ്ലിൻ മസ്റ്റാണെന്നും പറഞ്ഞിട്ട് കയറി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ബൈക്കുമ്പോൾ കയറി നന്ദുട്ടനെ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് CI സീറ്റിൽ പോയിരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നെയിം ബോർഡ് എടുത്തിട്ട് പറയുന്നുണ്ട്, അച്ഛനും അമ്മയും ചെയ്ത ചതി, പേരിൽ എന്തായാലും മുഴുവൻ പേര് എഴുതിയാൽ പറ്റൂ, സച്ചിദാനന്ദൻ അതാണ് കേട്ടോ പേര്. അങ്ങനെ വെച്ചപ്പോഴേക്കും നമ്മുടെ നന്ദുട്ടൻ ചെന്നിട്ടുണ്ട്. അപ്പോൾ ഒരു നന്ദനയല്ലേ എന്ന് ചോദിക്കട്ടെ. അതേ സാർ എന്ന് പറയും. അപ്പോൾ ഒരു 4-5 ചെറുപ്പക്കാർ ഒരുമിച്ച് വന്നാലും ഇടിച്ചിടാൻ കഴിയുള്ള വ്യക്തിയല്ലേ, നന്ദനെക്കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ നന്ദു ചിരിച്ചിട്ട് പറയും, അത് പിന്നെ സാർ ചെറുപ്പം മുതലേ കരാട്ടയും കളരിയൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് പറയും കേട്ടോ. അപ്പോൾ പറയും, നമ്മൾ ഒരേ വേവ് ലെങ്താ, സെയിം പിച്ച് എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് CI പറയുന്നത് സച്ചിദാനന്ദൻ, അതാ മുഴുവൻ പേര്, അതന്നെ സ്കൂളിൽ ചേർക്കുമ്പോൾ അച്ഛനമ്മ ഇട്ട പേരാ, സച്ചി അല്ലെങ്കിൽ സച്ചിൻ അങ്ങനെ വിളിച്ചാൽ മതി. നന്ദനെ നന്ദു എന്നല്ലേ വിളിക്കുന്നത് ചോദിക്കുന്നുണ്ട്. അതെ സാറിന്, അതുപോലെ തന്നെ സച്ചി സാറിന് അങ്ങനെ സച്ചി സാറിന് വിളിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ സാർ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയും നന്ദു ഇരിക്കുക എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദു ഇരിക്കും. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ എല്ലാത്തിനും നോട്ടം നോക്കുന്നുണ്ട്. അപ്പം നന്ദുവിന് ഒരു അസ്വസ്ഥത തോന്നുന്നുണ്ട് ചെറുതായിട്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇഷ്ടപ്പെട്ട് തന്നെയാണോ ഈ പ്രൊഫഷൻ തിരഞ്ഞെടുത്തതെന്ന് ചോദിക്കുന്നുണ്ട്. അതേ സാർ എന്ന് പറയുന്നുണ്ട്. അതിന് ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ പിന്നെ ചോദിച്ചോളാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നന്ദു ഇങ്ങനെ നോക്കും. എന്നിട്ട് അതല്ല, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പരിചയപ്പെടണമെന്ന് പറഞ്ഞേന്ന് പറയും. എന്നിട്ട് പറയും, ഞാൻ മുന്നേ ഇരുന്ന സ്റ്റേഷനിലൊക്കെ നമുക്ക് ഇവിടെ ഒരുമിച്ച് നിന്നിട്ട് നമുക്ക് ഈ സ്റ്റേഷൻ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യണം എന്ന് പറയും കേട്ടോ. ഓക്കെ സാർ എന്ന് പറയും. അപ്പോൾ പറയും, ഞാൻ മുമ്പ് ഇരുന്ന സ്റ്റേഷനിലൊക്കെ എല്ലാവർക്കും എന്നെ ഭയമായിരുന്നു, അകത്തുള്ളവർക്കും പുറത്ത് എല്ലാവർക്കും. എന്ന് വെച്ചാൽ ഞാനൊരു ഭീകരനൊന്നല്ല കേട്ടോ, നിയമം തെറ്റിച്ച് ആരെ എന്ത് ചെയ്താലും ഞാൻ ഇടിച്ചു പഞ്ചറാക്കും. എന്നിട്ട് പറയണ്ടേ ലോകമർദ്ദനം അതെൻ്റെ ഒരു ഹോബിയാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതായത് കുറ്റം ചെയ്തിട്ട് അകത്ത് വരുന്നവരെ ഞാൻ തലോടാറില്ല, പുറമേ പരിക്കില്ലാതെ ഇടിച്ച് പഞ്ചറാക്കി കോടതിയിൽ ഹാജരാക്കുക, അതാണ് എൻ്റെ ഒരു രീതി. നന്ദോട്ട് ഇതൊക്കെ കേട്ടിരിക്കാനായിട്ടോ. ഞാൻ എൻ്റെ ഒരു രീതി പറഞ്ഞേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിരിക്കും. എന്നിട്ട് പറയാം, എന്നാൽ പിന്നെ നന്ദനെ പൊക്കോളൂ എന്ന് പറയും. അപ്പോൾ എന്നിട്ട് സല്യൂട്ട് അടിച്ചിട്ട് നന്ദോട്ടൻ പോകും കേട്ടോ. അപ്പോൾ CI ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് നന്ദോട്ടനെ. എന്നിട്ടൊരു ചിരിയുണ്ട് കേട്ടോ ചെറുതായിട്ട് ചുണ്ടത്ത്. അപ്പോൾ ഓക്കെ, ഇങ്ങനെയാണ് ഇന്നത്തെ പത്രമായിട്ട് അവസാനിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നാളത്തെ എപ്പിസോഡായിട്ട് വീണ്ടും വരാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ.